വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം അതുപോലെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അതിവേഗം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ ഒരു പ്രവചനം കാണാൻ കഴിയും. ദൈവമക്കളെ ഇവിടുന്ന് എടുത്തു കഴിയുമ്പോൾ ഈ ഭൂമിയിൽ 7 വർഷത്തെ മഹോപദ്രവ കാലം ആരംഭിക്കും. ഇന്ന് വരെ മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത അതികഠിനമായ കഷ്ടം ഈ ഭൂമിയിൽ അരങ്ങേറുവാനിടയിത്തീരും. മനുഷ്യൻ മരണം അന്വേഷിച്ച് നടക്കും. മരിക്കാൻ കഴിയുകയില്ല. പൊട്ടാസ്യം സൈനൈഡ് കഴിച്ചാൽ പോലും മരിക്കില്ല. ഈ 7 വർഷം അതികഠിനമായി പ്രാണവേദനയിൽ മനുഷ്യനായിത്തീരും. അന്നേരം ഒരു 5 മാസക്കാലം ഈ ഭൂമിയിലെ ദുഷ്ടരായ മനുഷ്യരെ ദണ്ഡിപ്പിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന ഒരു ജീവിയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് അഗാധ കൂപത്തിൽ നിന്നും പുറത്തു വരുന്നതായ ഒരു ജീവികൾ. ഈ അഗാധ കൂപം വേദപണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം അനുസരിച്ച് ഒരുപക്ഷെ നമ്മുടെ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നൊരു പ്രത്യേക സ്ഥലമുണ്ട്. വൈമാനികരും അതേപോലെ നാവികരെല്ലാം ഒരുപോലെ ഭയപ്പെടുന്ന ഒരു സ്ഥലം. ഒരു പക്ഷേ അതായിരിക്കാം. അവിടെ നിന്ന് ഈ മഹോദ്രവ കാലത്തിൽ ഒരു ദിവസം പെരിഞ്ചൂളയിലെ പുക പോലെ പുക ഉയരുവാനിടയിത്തീരും. ഈ പുകയാൽ സൂര്യൻ ഇരുണ്ടുപോകും, ഭൂമി ഇരുട്ട് വ്യാപിക്കും. ഈ കൂരിരുട്ടിൻ്റെ നടുവിൽ ഈ ജീവി പ്രത്യക്ഷപ്പെട്ടു വരുവാനിടയിത്തീരും. ഏകദേശം 20,000-ഓളം ജീവികൾ ഉണ്ടാകുമെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഈ ജീവിയുടെ രൂപം ബൈബിളിൽ വ്യക്തമായി പറയുന്നുണ്ട്. യുദ്ധത്തിന് ചമയിച്ചൊരുക്കിയതായ കുതിരയ്ക്ക് സമമെന്നാണ്. ഇതിൻ്റെ തലയിൽ പുൻകിരീടമുണ്ടാകും, മനുഷ്യർക്കുള്ളതുപോലെ മുഖാതിനുണ്ടാകും, സിംഹത്തിനുള്ളതുപോലത്തെ പല്ലതിനുണ്ടാകും, സ്ത്രീകൾക്കുള്ളതുപോലെ തലമുടിയുണ്ടാകും. ഈ കുതിരയുടെ ശരീരത്തിൽ ഇരുമ്പ് കവചം പോലത്തെ കവചമുണ്ടാകും. അതിന് ബോംബെറിഞ്ഞാൽ അതിന് നാശം സംഭവിക്കില്ല. അതുപോലെ ഈ തോക്കുകൊണ്ടൊരു വെടിവെച്ചാൽ അതിൻ്റെ ശരീരത്തിൽ ഏൽക്കില്ല. 5 മാസക്കാലം മനുഷ്യനെ ദണ്ഡിപ്പിക്കുന്നതിനാണ് ജീവി വരുന്നത്. ഇതിൻ്റെ വാലിൽ അഗ്രത്തിൽ തേളിനുള്ളതുപോലെ ഒരു വിഷമുള്ളുണ്ടാകും. ഈ മുള്ളു കൊണ്ടാണ് മനുഷ്യനെ ഉപദ്രവിക്കുന്നത്. ഇതിൻ്റെ വായിൽ നിന്ന് തീയും ഗന്ധവും പുകയും പുറത്തു വരുവാനിടയിത്തീരും. ഇത് 2-3 വീതം ആകാശത്തിലൂടെ പറന്നു വരുവാനിടയിത്തീരും. ഇതിൻ്റെ ശബ്ദം അനേക കുതിരകൾ പടക്കോടുന്നത് പോലത്തെ ശബ്ദമായിരിക്കും. ഇതിൻ്റെ വാർത്ത കേട്ട്, ഇത് മനുഷ്യരെ ഉപദ്രവിക്കുന്ന വാർത്ത കേട്ട് ആകാശത്തിൽ ഇതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മനുഷ്യൻ പ്രാണരക്ഷാർത്ഥം വീടുകളിലും ഗുഹകളിലും ഒക്കെ കയറി ഒളിക്കുവാനിടയായിത്തീരും. ഇത് തെരഞ്ഞു പിടിച്ചാണ് മനുഷ്യനെ ഉപദ്രവിക്കുന്നത്. ഈ ഭൂമിയിൽ ക്രൂരതയോടുകൂടെ പെരുമാറുന്ന വ്യക്തികളെ, ചതിയന്മാരെ, നിഷ്ഠൂരന്മാരെ, അതേപോലെ മനുഷ്യ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുന്ന നീചന്മാരെ തെരഞ്ഞു പിടിച്ച് തകർക്കുന്നതിന് വേണ്ടിയാണ് ഈ ജീവി കടന്നു വരുന്നത്. ഇതിങ്ങോട്ട് കടന്നു വരുമ്പോൾ അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ ഈ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമങ്ങൾ കാണിച്ചിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുമായിരിക്കാം. ഇവൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ ജീവി വന്നിറങ്ങും. അത് വരുമ്പോൾ തന്നെ വീട് അടച്ചിരിക്കും. ഇതൊന്ന് ഊതുമ്പോൾ ഈ വാതിലിൽ ഒരു ഹോൾ വീഴും. അതിൻ്റെ വായിൽ നിന്ന് തീയാണ് വരുന്നത്. ആ ഹോളിലൂടെ അകത്ത് കയറും. ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ കാണും. ഇവനെ മാത്രം ജീവിഞ്ഞ് തൂക്കിയെടുക്കും. എന്നിട്ട് ഇതിൻ്റെ വാല് ഇവൻ്റെ ശരീരത്തിലോ കഴുത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കുത്തി ഇറക്കും. എന്നിട്ട് ഈ വിഷം അവൻ്റെ ശരീരത്തിൽ ഇൻജെക്റ്റ് ചെയ്യും. ആ നിമിഷത്തിൽ അവന് അസഹനീയമായ വേദന അനുഭവപ്പെടാൻ തുടങ്ങും. ഈ വേദന വർദ്ധിക്കാൻ തുടങ്ങും. ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് വിഷം ഇറങ്ങിച്ചെല്ലുന്നതിനനുസരിച്ച് വേദന വർദ്ധിക്കും.
5 മാസക്കാലം അവൻ പ്രാണവേദനയിലായിത്തീരും. കിടക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല, ഓടാനും കഴിയുകയില്ല. അവനെ എന്തെല്ലാം ചികിത്സയ്ക്ക് വിധേയപ്പെടുത്തിയിരുന്നാലും ഒരു മരുന്നിനും ഇതിനെ പ്രതിരോധിക്കാനായിട്ട് കഴിയില്ല. അവസാനം അവൻ്റെ ശരീരം ഇത് വ്രണമായി അഴുകി ശരീരത്തിൻ്റെ അവയവങ്ങൾ അതിൻ്റെ ബന്ധം വിട്ട് ഓരോന്നോരോ ഭാഗങ്ങൾ അഴുകി വീണ് ആണ് മരണം സംഭവിക്കാൻ സാധ്യത. ഒന്നോർക്കുക, അതുപോലെ ഇവൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ, പണം കൊടുത്തവർ, ഇവിടെ മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്യുന്നതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ, അല്ലെങ്കിൽ അവിടെ ഭാരത രാജ്യത്തിൻ്റെ രാജാവ് തന്നെ ആയിരുന്നാലും അവിടെയെല്ലാം ഈ കുതിര കയറി ചെല്ലുവാനിടയിത്തീരും. അത് പാർലമെൻറ്റ് മന്ദിരമായിക്കൊള്ളട്ടെ, അത് സൈന്യം ആയിരിക്കുന്ന സ്ഥലങ്ങളിലായിക്കൊള്ളട്ടെ, ഒത്തിരി പ്രൊട്ടക്ഷനും കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നാലും ജീവി അതിനകത്ത് കയറി ചെല്ലും. അതൊന്ന് ഊതും, അകത്ത് കയറി രാജാവിനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇത് ഇൻജെക്റ്റ് ചെയ്യുവാനിടയായിത്തീരും. രാജാവിൻ്റെ ശരീരം, രാജാവായിരുന്നാലും ഇതിൻ്റെ വിഷം ഉള്ളിൽ ചെല്ലുമ്പോൾ രാജാവ് പ്രാണവേദനയിലാകും. ഇന്ന് സ്ഥാപിച്ചിരിക്കുന്ന ചെങ്കോലും പിടിച്ചും കൊണ്ട് പാർലമെൻറ്റിനകത്തിരുന്ന് നമ്മുടെ ഭാരത രാജാവ് സ്തോത്രം ചാടുന്നത് കാണാൻ കഴിയുമെന്ന്. അന്ന് ഈ ജീവി വിടില്ല. രാജാവായിരുന്നാലും ശരി, കുതിര എങ്ങനെ ചാടുന്നു അതുപോലെ ചാടുവാനിടയത്തിന്. ലോകത്തിൻ്റെ ഏതൊക്കെ രാജ്യങ്ങളിൽ ചെന്ന് വിദഗ്ധരായ ഡോക്ടർമാരെ കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചാലും അവിടെ പോകുമ്പോൾ ഡോക്ടർമാർ ഇതുപോലെ കുത്തുകൊണ്ട് അവരുടെ വീട്ടിനകത്ത് അവരെ ചാടിക്കൊണ്ടിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. എവിടെ പോയിരുന്നാലും ഏതു മേഖലയിലും ഈ ജീവി കടന്നു ചെന്ന് കുത്തുകൊടുക്കുവാനിടയിത്തീരും. ആർക്കും അതിൻ്റെ മുമ്പിൽ ഒളിച്ചോടാൻ പറ്റിയില്ല. എത്ര നിഗൂഢമായ ഇടങ്ങളിൽ, എത്രയധികം ഭൂമിയുടെ അണ്ടർഗ്രൗണ്ടുകളിലായിരുന്നാലും, ബഹിരാകാശത്തായിരുന്നാലും, എവിടെയായിരുന്നാലും ഈ